പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായി എത്തുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. മലയാളിയെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ദിവസം ചിങ്ങപ്പുലരിയാണ്. ചിങ്ങമാസം പിറക്കുകയാണ്. ഏവർക്കും ചിങ്ങപ്പുലരിയുടെ ആശംസകൾ ആദ്യമായി നേരുകയാണ്. കൊല്ലവർഷപ്രകാരം 1200 എന്ന വർഷം പൂർത്തിയായി 1201 കടക്കുന്ന സുദിനമാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച എന്നെപ്പോലെയുള്ളവർക്ക് 2 നൂറ്റാണ്ടുകൾ വിട പറയുന്നത് കാണുവാൻ ഭാഗ്യം സിദ്ധിച്ചു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള 2000-ൽ നിന്നും 2001 ഒക്കെയുള്ളൊരു മാറ്റം, കൊല്ലവർഷ ഗണന പ്രകാരം 1200-ൽ നിന്നും 1201 ഒരു മാറ്റം എല്ലാം കാണുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, ഇന്നലകളിലേക്ക് ഒന്ന് നാം ഒരു തിരിച്ചുപോക്ക് നടത്തിയാൽ ഒരുപക്ഷെ നമുക്ക് നൊമ്പരപ്പെടുത്തുന്നതും സന്തോഷം പകരുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന പോസിറ്റീവായ ചിന്ത എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഞാൻ ഇക്കാര്യം ഒന്നും പറയാനല്ല ഇന്ന് ഈ വീഡിയോയുമായി എത്തുന്നത്. മൗനം വിദ്വാനുഭൂഷണം എന്ന ഒരു ചൊല്ല് നാം ഏവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാനൊരു പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൽ നിശബ്ദത ഒരു കുറ്റമാണ് എന്ന പ്രയോഗം നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ആ വാക്കുകൾ എന്നെ ഏറെ ആകർഷിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില സമയങ്ങളിൽ നാം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, പലപ്പോഴും നിശബ്ദരായി മാറാറുണ്ട്. ആവശ്യമില്ലാതെ എന്തിനാണ് വെറുതെ ഓരോ പുലിവാൽ പിടിക്കുന്നത് എന്ന് കരുതി നമ്മളിൽ പലരും ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ട, സത്യസന്ധമായി നിലകൊള്ളേണ്ട ചില സന്ദർഭങ്ങളിൽ നിശബ്ദരായി മാറാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രസംഗം കേട്ടതിന് ശേഷം എനിക്ക് പലപ്പോഴും തോന്നി, നിശബ്ദത ഒന്നിനും പരിഹാരമല്ല. നിശബ്ദരായി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഏതൊരു സന്ദർഭത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ ആക്രമണങ്ങൾ നേരിട്ടേക്കാം. സത്യത്തിനും നീതിക്കും വേണ്ടി നാം നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ ഉണ്ടാകാവുന്ന വേദനിപ്പിക്കുന്ന ആരോപണങ്ങൾ, ശരങ്ങൾ അതേൽക്കേണ്ടി വരാം. എന്നാലും നാം സത്യം പറയുവാൻ തയ്യാറാകണം. തുറന്നു പറച്ചിൽ അത്യാവശ്യമാണ്. നിശബ്ദത ഒരിക്കലും നമ്മുടെ ഭാഗത്തെ ന്യായീകരിക്കില്ല. നിശബ്ദരായി നിൽക്കുന്നതിനു പകരം തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനുള്ള ആർജവം നമ്മളിൽ ഉണ്ടാകണം. തീർച്ചയായും ഈ പുതുവർഷപ്പുലരിയിൽ, മലയാളിയുടെ പുതുവർഷപ്പുലരിയിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. സൈലൻസ് ഈസ് എ ക്രൈം. നിശബ്ദത ഒരു കുറ്റമാണ്. അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിനു വേണ്ടി നമുക്ക് നിശബ്ദത വെടിയാം. അതിനായി നമുക്ക് മുന്നേറാം എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.